ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ചൈനയിലെ സിയാൻ തുറമുഖത്തു നിന്നും ജൂലൈ മാസം 2-ാം തീയതി തിരിച്ച സാൻ ഫെർണാണ്ടോ എന്ന ചരക്ക് വെസൽ 300 മീറ്റർ നീളമുള്ള ഈ ചരക്ക് വെസൽ 8700 കണ്ടെയ്നറുകളുമായിട്ട് നമ്മുടെ വിഴിഞ്ഞം തീരത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 11-ാം തീയതി വൈകുന്നേരത്തോടുകൂടി നമ്മുടെ വിഴിഞ്ഞം തീരത്ത് എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിഴിഞ്ഞത്ത് എത്തിച്ചേർന്നാൽ 30 മണിക്കൂറോളം നമ്മുടെ വിഴിഞ്ഞം തീരത്ത് തന്നെ ഈ കപ്പലുണ്ടാകും. അതിനിടയ്ക്ക് നമ്മുടെ വിഴിഞ്ഞം മദർഷിപ്പിൽ ഏകദേശം ഒരു 1000-ഓളം കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കി വെച്ചതിന് ശേഷം തിരിച്ച് ശ്രീലങ്കയിലെ കമ്പൻതോട്ടം തുറമുഖത്തോട്ട് പോകും എന്നുള്ളതാണ് ഇവിടെ അറിയാൻ കഴിയുന്നത്. ഈ കപ്പൽ മേഴ്സ് കമ്പനിയുടെ കപ്പലാണ്. ആദ്യമായി വിഴിഞ്ഞം തുറമുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു അവസരം പരമാവധി ആളുകൾ പ്രയോജനപ്പെടുത്തുക. കാരണം ഒരു ജോലി കിട്ടിയാൽ മാത്രമേ വിഴിഞ്ഞം തുറമുഖത്തിന് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. സന്ദർശകരെ പോർട്ടിനകത്ത് അനുവദിക്കാറില്ല. അതിനാൽ ഈ ദിവസം നിങ്ങൾ കുടുംബത്തോടൊപ്പം നിങ്ങൾ ഈ പോർട്ടിൽ വന്ന് വിസിറ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. 2024 ജൂലൈ മാസം 12-ാം തീയതി രാവിലെ 10 മണിക്കാണ് ഉദ്ഘാടനം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഏകദേശം 2-ാം തീയതി സിയാൻ തുറമുഖത്തു നിന്നും വരുന്ന ഈ കപ്പൽ 11-ാം തീയതിയോടുകൂടി വരുന്നത് ഏകദേശം 10 ദിവസം കൊണ്ടാണ് ഇവിടെ എത്തിച്ചേരുന്നത്. സാധാരണഗതിയിൽ ഒരു ഷിപ്പിന് ഇവിടെ എത്തിച്ചേരാൻ 15 ദിവസങ്ങളോളം എടുക്കും. എന്നാലും 10 ദിവസം കൊണ്ട് എത്തിച്ചേരുന്നത് തന്നെ വലിയൊരു സംഭവം തന്നെയാണ്. എന്തായിരുന്നാലും ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ വിഴിഞ്ഞത്തെ ഒരു ചരിത്ര സംഭവമായി മാറാൻ പോകുന്നു എന്നുള്ള വിവരം നമ്മൾ ഏവരും കുറിച്ച് വയ്ക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതുമാത്രമല്ല, വിഴിഞ്ഞം തുറമുഖത്ത് വരുന്ന കപ്പലുകളിൽ ഏത് സമയത്തും കണ്ടെയ്നറുകൾ ഇറക്കാൻ കഴിയും എന്നുള്ളത് ഈ ഒരു വിഴിഞ്ഞത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. വേലിയേറ്റവും വേലിയിറക്കവും ഇവിടെ ഒരു പ്രശ്നമായി തീരുന്നില്ല. അതുമാത്രമല്ല, ഡ്രഡ്ജിങ് ഇവിടെ വേണ്ടി വരുന്നില്ല. കാരണം കടലിൽ ഒഴുക്കുള്ളത് കാരണം ഈ മണലെല്ലാം ഒഴുക്കിലൂടെ അങ്ങ് പോവുകയാണ്. അപ്പോൾ അത് കാരണം ഈ തീരത്ത് ഡ്രഡ്ജിങ് എന്നുള്ള ഒരു ഇതേ ഇവിടെ വേണ്ടി വരും. ബോട്ടുകളിലൊക്കെ ആണെങ്കിൽ കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് ഡ്രഡ്ജിങ് കപ്പൽ അടിത്തട്ടിന് വേണ്ടിയിട്ട് ഡ്രഡ്ജിങ് ഒക്കെ ഏർപ്പെടുത്തുന്നത്. പക്ഷേ ഇവിടെ ഒരു അനുഗ്രഹീതമായ ഈ പോർട്ടായതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. വിഴിഞ്ഞം തീരത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് വാട്ടർ നിർമ്മാണം അത് ഏകദേശം 2.9 കിലോമീറ്ററോളം ബ്രേക്ക് വാട്ടർ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. കണ്ടെയ്നറുകൾ കപ്പലിൽ നിന്നും ഇറക്കി വയ്ക്കുന്നതിന് വേണ്ടി കടലിനെ ശാന്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബ്രേക്ക് വാട്ടർ നിർമ്മിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം കപ്പൽ യാർഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 വലിയ ക്രെയിനും 32 ചെറിയ ക്രെയിനുമാണ് ഇവിടെ സ്ഥാപിക്കാൻ ഉള്ളത്. അതിൽ ഒരു ക്രെയിൻ തിരിച്ചു പോയിട്ടുണ്ട്. ബാക്കി 31 ക്രെയിൻ മാത്രമാണ് ഇവിടെ നിലവിലുള്ളത്. ഒരു ക്രെയിൻ കൂടെ നമുക്ക് വരാനുണ്ട്. ഇത്രയും ക്രെയിനുകളുടെ പ്രവർത്തനങ്ങൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് കാരണം നമ്മുടെ വിഴിഞ്ഞം സീപോർട്ടിലെ ചരക്ക് നീക്കങ്ങൾ എത്രയും പെട്ടെന്ന് സുഗമമാക്കി തീർക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.